അധ്യായം 13. ബേനന്റെ ജനനം. ധ്രുവവൈകുണ്ഠ പദപ്രാപ്തി മൈത്രേയനേവം വിവരിച്ചതു കേട്ട് ആ വിതുരൻ വിദ്വന്മണീരൂഢമാം അധോക്ഷജ ഭഗവൽ ഭക്തിയോടും കൂടി പിന്നെയും ചോദ്യം മുറയ്ക്കു തുടങ്ങിനാൻ. വിതുരൻ പറഞ്ഞു, നാരദൻ പ്രചേതസുകൾക്കെഴും സത്രത്തിൽ വച്ച് ഈ രണം ചെയ്തു കേട്ട ഈ ചരിതമെന്നല്ലയോ ചൊന്നത്? അങ്ങ് അവരാര്, ആരുടെ നന്ദനന്മാരന്വയം ഏതാണ്, എങ്ങാണ് യജ്ഞം നടന്നതും ഹരിപൂജാക്രമത്തെ വിധിക്കും കർമ്മയോഗം അരുളിയോര് ആ മുനി ഭാഗവതാഗ്രനല്ലോ. സ്വധർമ്മശീലന്മാരായി ശ്രേഷ്ഠരാം പുമാന്മാരാൽ പതിവായി പ്രപൂജിതൻ ഭഗവാൻ യജ്ഞമൂർത്തി. പ്രസ്തുതയാഗത്തിലും ഭക്തനാം ദേവർഷിയാൽ പ്രസ്താവ്യനായിരിക്കും എന്നു താൻ ഊഹിക്കുന്നേൻ. അവിടെ സുരമുനി വന്നിച്ച ഹരിഗാഥ അവിടുന്ന് എന്നോടിപ്പോൾ അഖിലം ചൊല്ലിയാലും. മൈത്രേയൻ പറഞ്ഞു, അവനെ ഉപേക്ഷിച്ചിട്ട് അവസാനത്തിൽ ധ്രുവൻ ഭുവനീശാർച്ചനയ്ക്കായി കാനനം പൂകിയിടവേ അച്ഛന്റെ സാർവഭൗമശ്രീയഴും സിംഹാസനമി ഉൽക്കലാഗ്യനായിടും തൽത്തനൂജൻ ആ ജന്മശാന്താത്മാവായി സമദർശനനായി തേജസി അവൻ സംഗഹീനനായി ലോകമെങ്ങും വിദധാത്മാവിനെയും സ്പഷ്ടമായ ആത്മാവിങ്കൽ സ്ഥിതമായി ലോകത്തെയും കണ്ടുകൊണ്ടിരുന്നിതേ. ബഹുല കർമ്മഭംഗം നിതാന്തയോഗാഗ്നിയിൽ ദഹിപ്പിച്ച് ആത്മാവിനെ ബ്രഹ്മനിർവാണമായും ശരീരബന്ധം വിട്ടും ജ്ഞാനികാകൃതിയിലും പരമാനന്ദമായും സ്വരൂപമായും കണ്ടു. തെളിഞ്ഞു തന്നിൽ നിന്നും അന്യമായൊന്നിനെയും ഇളേശസൂനുവാകും ഉൽക്കലൻ വീക്ഷിച്ചില്ല. ജഠൻ, ഉന്മത്തൻ, അന്ധൻ, ബധിരൻ, മൂകൻ എന്നീ വടിവിൽ വഴികളിൽ അജ്ഞരാൽ ദൃഷ്ടനായി ജ്വാലകളകത്തടക്കിയിടുന്ന വന്യെന്ന പോലെ തന്മതിയവൻ ശോഭിച്ചാൻ ജ്ഞാനദൃക്കായി. കുലവൃദ്ധരും മന്ത്രിഗണവും ഇവൻ വെറും ജളനും ഉന്മത്തനും ജഠനും എന്നു പാർത്തു. ഭൂമിതൻ മത്സരാഖ്യൻ കനിഷ്ഠതനൂജനെ ക്ഷമതൻ അതീശനായി വാഴിച്ചുകൊണ്ടിടിനാൻ. വത്സരപത്നിയാകും സ്വർവീധി മഹാരാജ്ഞി ഷൽസുതന്മാരെ പിന്നെ മുറയ്ക്കു പറ്റിയിടിനാൾ. ചൊൽപ്പങ്ങും പുഷ്പാനനും തിക്മകേതുവും ഇഷൻ കൽപ്പേരൂർജൻ വസു ജയനും എന്നിങ്ങനെ പ്രഭയും തോഷയുമാം പുഷ്പാർണ ഭഗ്നിമാരിൽ പ്രഭയ്ക്കു സന്ധ്യമൂന്നും പുത്രരായി ഭവിച്ചിതു. ദോഷയാം ഭാര്യയിലും പുത്രൻ മൂന്നുണ്ടായി. പ്രദോഷനും നിശീധനും വ്യുഷ്ടനും എന്ന പേരിൽ. വ്യുഷ്ടനു പിന്നെ സർവ തേജസ് എന്നൊരു പുത്രൻ ഇഷ്ടയാം പുഷ്കരിണി എന്ന ഭാര്യയിലുണ്ടായി. ആകൂതി തന്നിൽ സർവ തേജസ്സിന് ഉളവായത്
ഏകനന്ദനൻ ചക്ഷുസ എന്നുള്ള നാമത്തോടും അടുത്ത മനുവാകും അവനു രാഗാദികൾ വെടിഞ്ഞ പുത്രരുണ്ടായി. നഡ്വലാഭഗ്നി തന്നിൽ സത്യവാൻ ത്രിതൻ പുരുദ്യുഗ്നനും കുൽസൻ ശിബി പ്രദ്യുഗ്നൻ ഋതവൃതൻ ഉൽക്കലൻ അഗ്നിഷ്ടോമൻ അധീരാത്രനും എന്ന പേരുകളിൽ പ്രസിദ്ധരാം സുതരാണിവരെന്നു ധരിക്ക കുറുമുഖ്യ. ഉൽമുഖ അജനയത് പുത്ര ഹരി അങ്കനും ഖ്യാതിയൻ ക്രതുവും സുമനസും അങ്കിരസും എന്നേവം ഉത്തമരാറുപേർ പുഷ്കരിണിയിൽ പിന്നെയും ഉന്മുഖന്നുളവായതു. ഉത്കൃഷ്ട ഗുണങ്ങളാൽ വിളങ്ങുന്നവരായി അങ്കന സുനീതയാം കാന്തയിൽ ജനിപ്പിച്ചാൻ. തുംഗഭീകരനാകും വേനനാം തനൂജനെ അവന്റെ ദുശീലത്തെ സഹിക്കവയ്യാതെ അങ്കൻ ജപത്തിൽ വിരക്തനായി വിടേണ്ടി വന്നു. രാജ്യം ദുഷ്ടകൃത്യങ്ങൾ കണ്ടുകോപിച്ച് അവന്റെ നേരെ വിട്ടുപോൽ ശാപരൂപ വാഗ്വജ്രം മഹർഷിമാർ. അതിനാൽ നിർജീവനാം അവന്റെ വലത്തുകൈ മതിച്ചാരവർ പെട്ടെന്ന് അരാജകത്വം പോക്കാൻ. അന്നേരം ദരിദ്രയിൽ അരാജകത്വത്തിനാൽ ഉന്നത ശത്രുപീഠ നിമിത്തം ജനാവലി ആരഴലാർന്ന മൂലം നാരായണാം ശക്തിനാൽ പേരാളും ആദിരാജൻ പ്രതു ഉത്ഭവിച്ചതു. മിഥുരൻ പറഞ്ഞു, സന്മതേയ സാധുശീലനിധിയായി മഹാത്മാവായി ബ്രാഹ്മണ ഭക്തനാകും അംഗരാജാവിനേവം നാടുവിട്ടോടിപ്പോകാത്തതാം ദുർഗുണങ്ങൾ കൂടും. ആ ദുസന്താനമുണ്ടാവാൻ എന്തു മൂലം? ദണ്ഡനീതിയെപ്പോണ്ടോ രാജ്യധുര വഹിച്ച മന്നനാം ആ വേനന ഏതൊരു ദോഷത്തിനാൽ ധർമ്മകോവിദന്മാരായിടുമാ മുനീന്ദ്രന്മാർ ബ്രഹ്മദണ്ഡത്തിനാൽ കൊന്നതും മുനീശ്വര. ജനപാലകൻ പക്ഷേ ദുഷ്കൃതനായിടിലും ജനങ്ങൾ അദ്ദേഹത്തെ ധിക്കരുതല്ലോ. രാജാവിൻ തേജസതിൽ ഇന്ദ്രാദി ദിക്പാലർ തൻ ഓജസിൻ അംശം കൂടി അടങ്ങിയിരിക്കുന്നു. ബ്രഹ്മജ്ഞാനിയാമുനി സുനീധാത്മജൻ വേനന്ദൻ മഹാദുർവ്യാപാരവിധങ്ങൾ അശേഷവും കേൾപ്പാൻ ആഗ്രഹിച്ചിടും എന്നെ ആയതും ഭവാൻ കേൾപ്പിക്കൂ. ത്രികാലജ്ഞമുഖ്യനാം ഋഷിവര്യ മൈത്രേയൻ പറഞ്ഞു, രാജർഷിയാകും അങ്കൻ ആരംഭിച്ച അതിശ്രേഷ്ഠമായിടും അശ്വമേധ സുപ്രസിദ്ധ അധ്വരത്തിൽ ആതിഥേയന്മാരാരുമാഗതരായതില്ല. വേദമന്ത്രജ്ഞർ ഋത്വിഗ്ദ്വിജന്മാർ വിളിക്കലും അവർ അത്ഭുതാധീനരായുടൻ അങ്കരാട്ടിൻ സവിതമണഞ്ഞുടൻ ചൊല്ലിനാൻ ഇപ്രകാരം, അങ്ങയ്ക്കു വേണ്ടി ഞങ്ങൾ ആവാഹിച്ചതിൽ സുരരിങ്ങെത്തിയിടുന്നില്ല. അതിന് എന്തു കാരണം പ്രഭോ? ഹേ രാജൻ, ഹവിസേതും ദുഷിച്ചതല്ല ഭവാൻ ഏറെ ശ്രദ്ധയോടെ ഇവിടെ ആനയിച്ചുള്ളതല്ലോ. മന്ത്രോച്ചാരണത്തിലും ഇല്ലൊരു ദോഷം, പിന്നെ എന്തിതു?
വ്രതനിഷ്ഠകൾക്കും ഇല്ലൊരു ലോപം. ഓർമ്മയില്ലിവർ ദേവധികൃതി ചെയ്തതായും കർമ്മസാക്ഷികൾ അവർ വരായിവാനെന്തു മൂലം. മൈത്രേയൻ പറഞ്ഞു. ഈ വിധം ദ്വിജവാക്യം യജമാനനാം അംഗഭൂവരൻ ദുഃഖത്തോടും കേട്ടു സഭ്യരോടായി തൽ അനുവാദത്തോടു തന്മൂലമറിഞ്ഞിടാൻ തദനു വിനീതനായി ചോദിച്ചാൻ ഇപ്രകാരം. ഹേ സഭാനാഥന്മാരെ കേൾക്കിൻ, ഈ യാഗത്തിനു ദോഷിച്ചു നാം ക്ഷണിച്ച ദേവന്മാർ വരായുവാനും അവർക്കായി സമർപ്പിച്ച കവിസാർന്നീടായുവാനും ഇവങ്കലുള്ള ദോഷം ചിന്തിച്ചു ചൊല്ലിയിടുവിൻ. സഭാനാഥന്മാർ പറഞ്ഞു. മന്നവ, ഭവാനില്ല ഈ ജന്മത്തിൽ ചുറ്റും പാപം മന്നിടം പാലിച്ചതു ധർമാനുസാരം തന്നെ. മുജ്ജന്മകൃതം ഒരു ദോഷമുണ്ട്, അതുമൂലം ഇജ്ജന്മം ഭവാൻ പുത്രഹീനനായി ഭവിച്ചതു. അതിനാൽ അങ്ങുന്നു സൽപുത്രലാഭത്തിനായി മതിയിൽ സങ്കൽപ്പിച്ചു യജിക്ക വൈകുണ്ഠനെ യജ്ഞേശനായിടും. ആ ഭഗവാൻ കനിഞ്ഞുടൻ വിജ്ഞരത്നമേ നൽകും തീർച്ചയായി സന്താനത്തെ. യാഗമൂർത്തിയാം ഹരിതുഷ്ടനായി സന്താനത്തെ ഏകുമ്പോൾ ദേവന്മാരും തൽ ഭാഗമേറ്റുകൊള്ളും. ഏതേതു മട്ടിലുള്ള സങ്കല്പത്തോടുകൂടി സാദരം ജനങ്ങളിങ്ങ് ആരാധിച്ചിടുന്നു. ഭേദമെന്നിയേ തദ്രൂപത്തിൽ ഫലങ്ങളെ മോദിച്ചു നൽകിയിടുന്നു ഭഗവാൻ ലക്ഷ്മീകാന്തൻ. സദസ്യ അഭിപ്രായം ഇത് ആദരിച്ചപ്പോൾ തന്നെ വിദഗ്ധ വിപ്രാന്വയം നൃപപുത്രോൽപത്തിക്കായി മതിവച്ച് അധ്വരാത്മാവായി ഗോസമൂഹത്തിൽ സ്ഥിതനാം ശ്രീകാന്തനെ ഹവിസിൽ ആവാഹിച്ച നിർമ്മലാംബരങ്ങളും സ്വർണ്ണമാലയും കൊണ്ട് പൊന്മയപാത്രത്തിൽ നൽപായസത്തോടുകൂടി ഹോമകുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്നിടിനാൻ കോമളനായുള്ളൊരു പൂരുഷൻ അക്ഷണത്തിൽ. ദാനമാനസൻ നൃപൻ വിപ്രാനുമതിയോടും പാണികൾ രണ്ടും നീട്ടി സ്വീകരിച്ച് ആ പായസം മണത്ത് ആ ബ്രാഹ്മണരെ വന്ദിച്ചു. നന്ദിച്ചുതൻ പ്രണയഭാജനത്തിനുടനെ നൽകിയിടിനാൻ. അപ്രജയാ ആ രാജ്ഞി പുംസവനത്തിനുള്ളൊരു പായസത്തെ വാങ്ങി ഭുജിച്ചു സസന്തോഷം. ഭർത്താവിൽ നിന്നും ഗർഭം ധരിച്ചു. പിന്നെ കാലം പൂർത്തിയായപ്പോൾ ഒരു പുത്രനെ പറ്റിയിടിനാൻ. തൻ മാതാമകനായ മൃത്യുവിൻ ഗുണമെല്ലാം ജന്മത്തിലേ തികഞ്ഞ ദുർമതിയാം ആ മകൻ അധർമ്മമാർഗത്തിൽ താൻ ചരിച്ചു തുടങ്ങിനാൻ. പിതാവിൻ പൂർവജന്മ ദുഷ്കർമ്മഫലമായി ദുഷ്ടനാമവൻ വെല്ലും കുലച്ചു. നായാട്ടിനായി കാട്ടിൽ പോയി ദീനമൃഗക്കൂട്ടത്തെ എന്നും കൊല്ലും. അവൻ ചെല്ലുമ്പോൾ ഇതാ വരുന്നു വേനൻ എന്നായി ജപത്തിൽ കരഞ്ഞുകൊണ്ട് ഏവരും പേടിച്ചോടും. അലിവറ്റുള്ളോര് അതിദാരുണകൃത്താം അവൻ കളിവേളയിൽ സമവയസ്യ ബാലന്മാരെ ബലാത്കാരത്താൽ പിടിച്ച് അടിച്ചുകൊല്ലാറുണ്ട് പലപോതിലും മൃഗക്കൂട്ടത്തെ എന്ന മട്ടിൽ. ഖലനാം സ്വപുത്രനെ ദുർവൃത്തികളിൽ നിന്നും വിലക്കി ശാസിച്ചു മാറ്റുവാൻ ശ്രമിക്കലും അസമർത്ഥനായി ഭവിച്ചെന്നതുമൂലം ഏറ്റവും വ്യസനത്തോടും വാണാൻ ചോണിപൻ ക്ഷീണനായി. ഭാര്യാസ്വീകൃതന്മാർ തൻ കൂട്ടത്തിൽ ഭാഗ്യവാന്മാർ ഓരുമ്പോൾ സന്താനത്തെ ജനിപ്പിക്കാത്തോരത്രേ
സുഹൃതം ചെയ്തുള്ളോർ താൻ മുൻപവർ ദുഷ്പുത്രന്റെ വികൃതി മൂലമുള്ള മാല അവർക്ക് ഇല്ലയല്ലോ. ദുഷ്കീർത്തി അനന്തമായി അധർമ്മ കർമ്മ ആസക്തി ദിക്കുകാരുടെ ഒക്കെ ശത്രുത്വം ആത്മബന്ധം ഇത്യാദി ശീഘ്രം നേടി പുത്രൻ എന്നുള്ള പേരിൽ തൽത്താതൻ തന്നെ മോഹപാശസംബദ്ധനാക്കും. ദുഷ്ടനാം തനൂജനജ്ഞാനത്താൽ ഉയർന്നിടും ശിഷ്ടരായുള്ളോർ ബഹുമാനിക്കാലവലേശം. ഒന്നോർത്താൽ സത്പുത്രനേക്കാൾ ഏറെ മുക്തിക്കുള്ള സന്ദർഭം പിതാവിനു നൽകുന്നു ദുഷ്ടപുത്രൻ. ദുഃഖത്തിൻ സങ്കേതമാം നികേതനത്തിൽ ശക്തി പോക്കി താതനെ അവൻ വിരക്തനാക്കുന്നിതേ എന്നൊക്കെ ദുഃഖത്തോടും ചിന്തിച്ചു സമൃദ്ധമാം തന്നുടെ മന്ദിരത്തിൽ നിന്ന് അർദ്ധരാത്രി തന്നിൽ മന്ദമായി എഴുന്നേറ്റു ഗാഠനിദ്രയിൽ കിടക്കുന്നൊരു വേനമാതാവിനെയും ഉപേക്ഷിച്ചു. ഉറക്കം വെടിഞ്ഞ് ആരും കാണാത്ത മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടു തനിയെ പോയിടിന. മന്ത്രിമാർ, ആചാര്യന്മാർ, ബാന്ധവാദ്യരും എല്ലാം സന്ത്രസ്തരായി തീർന്ന് നൃപനിഷ്ക്രമണത്തിനാൽ അന്തര്യാമ്യ ആത്മാവാമിവന് ആ കുയോഗികൾ മട്ടിൽ സന്തതം വാർത്തയോടുമാറാഞ്ഞു പരാഗവേ. മന്നവൻ പോയ മാർഗം ഏതുമേ അറിയാതെ ഖിന്നരായി നിഷ്ഫല പ്രയത്നരായവർ വീണ്ടും പുരിപുക്ക് അരാജകസ്ഥിതിയോർത്തോർത്തു കണ്ണീർ ചൊരിഞ്ഞു. മുനിമാരോട് ഈ അഴലറിയിച്ച ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ.